ചേട്ടാ ഈ ഒബ്സർവേഷൻ റൂം എവിടെയാ? അത് മോളിലാ. ഡോക്ടർ, ഒബ്സർവേഷനിൽ കിടന്ന് നന്ദിനിയെ കാണുന്നില്ല. കാണാനില്ലേ? ബാത്റൂമിലും റൂമിന്റെ പുറത്തും ഒക്കെ നോക്കിയോ? എല്ലായിടത്തും ഞാൻ നോക്കി, അവിടെ എങ്ങും ഇല്ല. പിന്നെ ആ കുട്ടി ഇത് എവിടെ പോവാനാ? നന്ദിനി എവിടെ? നന്ദിനി അവള് പരിഭ്രമിക്കണ്ട, നമുക്ക് നോക്കാം. നന്ദിനി ഇവിടെ എവിടെയെങ്കിലും കാണും. നന്ദിനിക്ക് എന്ത് പറ്റി? ഇതുവരെ മുറിയിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. കാണുന്നില്ലേ? എന്തൊക്കെയാ പറയുന്നത്? സംസാരിച്ച സമയം കളയണ്ട, വാ നമുക്ക് നോക്കാം. വാ ഭാഗിരി. ഡോക്ടർ, ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾ അങ്ങോട്ട് നോക്കാം. ഡോക്ടർ, എന്റെ ഒരു പേഷ്യന്റിനെ കാണാതായിട്ടുണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഒന്ന് നോക്കൂ പ്ലീസ്. ഡോക്ടർ, നന്ദിനിയെ കണ്ടോ? കണ്ടില്ല. നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ ഒന്നുകൂടെ അവിടെയൊക്കെ നോക്കൂ, ഞാനും നോക്കാം. ടെൻഷൻ അടിക്കണ്ട. ഓക്കെ. എന്തായടാ? ഇവിടെ ഒന്നും കാണുന്നില്ല. എവിടെ പോയി നമ്മൾ തപ്പും? നമുക്ക് അവിടെ ഒന്ന് നോക്കിയാലോ? നന്ദിനി, ഗൗരി അറിഞ്ഞോ? എന്താ? അവര് താഴെ ആഘോഷം തുടങ്ങി. ആഘോഷോ? എന്താഘോഷം? നന്ദിനി ഗർഭിണിയായത് കേക്ക് മുറിച്ച് ആഘോഷിക്കാൻ പോകുന്നു. കേക്ക് വാങ്ങിക്കാൻ നിന്റെ ഏട്ടൻ പോയേക്കുവാ. ആര്? നീലോ? പിന്നല്ലാതെ ആര്? അച്ഛനും മോനും കൂടെ ഇന്ന് ഇവിടെ ഉത്സവ പറമ്പാക്കുന്ന ലക്ഷണമാ കാണുന്നത്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. എല്ലാം കൂടെ ആലോചിച്ചിട്ട് എനിക്ക് ഭ്രാന്ത് കയറുന്നു. ഗൗരി, താൻ എന്തിനാ ഇങ്ങനെ വയലന്റ് ആവുന്നേ? എടോ, നമുക്കൊരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ഞാൻ എന്താ വേണം? ആശുപത്രി നമ്മൾ തിരിച്ചു വരുമ്പോ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കണം. സ്വീകരിക്കണം. ഞാനൊന്ന് പറയട്ടെ, അതിനുശേഷം താൻ ആലോചിച്ച് തീരുമാനം എടുത്താ മതി. എടോ, തനിക്കിപ്പ എന്താ വേണ്ടേ? ആ കുഞ്ഞിനെ നന്ദിനി പ്രസവിക്കരുത്, അത്രയല്ലേ ഉള്ളൂ. അതെ, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്നാ താൻ കേട്ടോ, തന്നെ സഹായിക്കാൻ ഞാൻ ചില മാർഗങ്ങളൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. ആദ്യം നന്ദിനിയെ സ്വീകരിക്ക. നമുക്ക് ആരതി ഒഴിഞ്ഞ് തന്നെ അവളെ സ്വീകരിക്കാം. എന്താ രാജീവേട്ടന്റെ മനസ്സിലെ പ്ലാൻ? എന്റെ മനസ്സിലെ പ്ലാൻ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞു. എന്റെ ഗൗരിയുടെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്താ എന്താ രാജീവേട്ടന്റെ മനസ്സിൽ? ഒന്ന് പറ. ഇത് കൊള്ളാം. ഇത് നല്ല ഉഗ്രൻ ഐഡിയ. ഇത് നടപ്പിലാക്കാൻ പറ്റിയ പിന്നെ നമുക്കൊരിക്കലും നന്ദിനിയെ പേടിക്കേണ്ടി വരില്ല. അങ്ങനെ എന്നേക്കുമായിട്ട് നന്ദിനിയുടെ ശല്യം അവസാനിച്ചു കിട്ടും. ഡോക്ടർ, നന്ദിനി എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ല. ഇത് എന്നോടാണോ ചോദിക്കുന്നേ? നിങ്ങളല്ലേ അടുത്തുണ്ടായിരുന്നേ? നിങ്ങളറിയാതെ അവരെവിടെ പോകാനാ? എന്താടോ അവിടെ സെക്യൂരിറ്റി റൂമിൽ? അവിടെ എന്താ? സെക്യൂരിറ്റി റൂമിൽ വേഗം ചെല്ലാൻ പറഞ്ഞു. വന്നേ. സെക്യൂരിറ്റി, ആ ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്യൂ. ശരി മാഡം.
ഡോക്ടർ, ഇയാളെ ഞാൻ ഇവിടെ വെച്ച് കണ്ടതാ. സെക്യൂരിറ്റി, എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കണം. ഓക്കെ മാഡം. നിനക്ക് എന്താടി വേണ്ടത്? എന്താടി, നീ അവളെ ഇല്ലാതാക്കിയോ? നിന്റെ കുഞ്ഞ് ആദ്യം ജനിക്കാൻ വേണ്ടി നീ ഇതല്ല ഇതിനപ്പുറവും ചെയ്യും, അതെനിക്കറിയാം. നിർത്തടി, ഇനി ഒരു അക്ഷരം നീ മിണ്ടരുത്. മര്യാദയ്ക്ക് ഫോൺ വെക്കടി. ആരെടുത്തി? വേദ. വേദയോ? തന്നെ ഇനി മേലിൽ നീ സ്വാതി വിളിക്കരുത്, മനസ്സിലായി? ആഹാ, ഗിരിയേട്ടനാണോ? കൊള്ളാം. ഭാര്യയെ കാണാതായതിന് എന്നോട് ക്ഷോഭിക്കുന്ന എന്തിനാ? അതിന് ഉത്തരവാദിയായവര് തൊട്ടരികിൽ തന്നെ നിൽപ്പുണ്ടല്ലോ. നീ എന്താടി പരിഹസിക്കണോ? ഗിരിയേട്ടനെ ഞാൻ പരിഹസിക്കാനോ? എന്താ ഗിരിയേട്ട ഇങ്ങനെ പറയുന്നത്? ഗിരിയേട്ടന്റെ പഴയ ഭാര്യയല്ലേ ഞാൻ. ആ താലി ഇപ്പോഴും എന്റെ കയ്യിലുണ്ട്. വച്ചിട്ട് പൊടി. ആ, ഞാൻ പോകാം. പക്ഷേ അതിനു മുൻപ് എനിക്കൊരു സത്യം പറയാനുണ്ട്. നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഗിരിയേട്ടന്റെ സ്വന്തം സ്വാതിയേട്ടത്തി തന്നെയാ. അനാവശ്യം പറയരുത്. എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്ത് തെളിവ്? അതൊക്കെ ഞാൻ പോലീസിന് കൊടുത്തോളാം. അപ്പൊ ശരി, ഏട്ടന്റെ പൂജാ വിഗ്രഹമായ സ്വാതിയോടൊന്ന് ചോദിച്ചു നോക്ക്, സ്വന്തം ഭാര്യ എവിടെ പോയിന്ന്. അപ്പൊ ശരി, എന്നാ വെക്കട്ടെ. അച്ഛാ, ഞാൻ ലേറ്റ് ആയോ? ദേ, നല്ല ഉഗ്രം കേക്കാ. അതും ഞാൻ വിചാരിച്ച ഫ്ലേവർ തന്നെ കിട്ടി. എന്താച്ചാ, എന്തു പറ്റി? എല്ലാം പോയടാ മോനെ. നമുക്കുടനെ ആശുപത്രിയിലേക്ക് പോകണം. നമ്മളെന്തിനാ അങ്ങോട്ട് പോകുന്നത്? അവര് ഇങ്ങോട്ട് വരുമെന്ന് സ്വാതി വിളിച്ച് പറഞ്ഞല്ലേ? ആരും എങ്ങോട്ടും വരില്ല. അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എടാ മോനെ, ഗിരി ഇപ്പൊ വിളിച്ചിരുന്നു. നന്ദിനിയെ ആശുപത്രിയിൽ നിന്ന് കാണാതായിരുന്നു. നന്ദിനിയെ കാണാനില്ലെന്നോ? അച്ഛൻ എന്തൊക്കെയായി പറയുന്നേ?
അതിന് ഗിരിയും സ്വാതിയും നന്ദിനിക്ക് അരികിൽ തന്നെ ഇല്ലേ? ഇല്ല, നന്ദിനി അവരുടെ കൂടെ ഇല്ല. അച്ഛാ, ആശുപത്രിയിൽ നിന്ന് ആരോ നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയി. തട്ടിക്കൊണ്ടു പോയെന്നോ? അച്ഛാ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ആരാ ഇതിന്റെയൊക്കെ പിന്നില്? അറിയില്ല, പക്ഷെ സത്യമാണ്. ആശുപത്രിയിലെ CCTVയിൽ നന്ദിനി ആരോ കടത്തിക്കൊണ്ടുപോകുന്ന ഫുട്ടേജ് ഗിരി കണ്ടു. എന്റെ ദൈവമേ, ഇത്ര വേഗം എന്റെ പ്രാർത്ഥന നടത്തി തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. എന്തൊക്കെ പുകിലായിരുന്നു. കേക്ക് വാങ്ങിക്കാൻ പോകുന്നു, ഉത്സവം നടത്താൻ പോകുന്നു, ഇപ്പൊ ദേ കിടക്കുന്നു. ഗൗരി, സംഗതി സീരിയസാ. നന്ദിനി ആരോ കാറിൽ കയറ്റി തട്ടിക്കൊണ്ടു പോയെന്നാ വല്യച്ഛൻ പറഞ്ഞേ. ഇനിയിപ്പോ പോലീസും അന്വേഷണമൊക്കെ ആവും. ആകട്ടെ, അതിന് നമുക്കെന്താ? നാളെ അവള് വഴിയിലെങ്ങാനും ചത്തു കിടന്നാലുവേ എനിക്കൊന്നുമില്ല. ഗൗരി, നീ എന്ത് തോന്നിയ സാടി പറയുന്നേ? ഈ വീട്ടിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ അതിന്റെ അമ്മയാ ആരോ തട്ടിക്കൊണ്ടുപോയത്. അതിന് നീ ഇങ്ങനെ സന്തോഷിക്കുകയാണോ? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെയെന്നൊരു ചൊല്ലുണ്ട് വലിച്ച. സ്വാതി തന്നെ ആയിരിക്കും ഇത് ചെയ്യിച്ചതും. സ്വാതിയോ? ദേ ഗൗരി, അവളോടുള്ള ശത്രുത കൊണ്ട് നീ വെറുതെ ഇല്ലാത്തൊന്നും പറഞ്ഞുണ്ടാക്കല്ലേ. ഇല്ലാത്തതാണെന്ന് ആര് പറഞ്ഞു? എനിക്ക് ഉറപ്പാ, നന്ദിനിക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്വാതി അറിഞ്ഞിട്ട് തന്നെ ആയിരിക്കും. ഒരേ കത്തുമ്പോ വാഴ വെട്ടല്ലേ ഗൗരി. സ്വാതിയെ കുറ്റപ്പെടുത്താൻ നീ എല്ലാ അവസരവും ഉപയോഗിക്കുന്ന പോലെ നീ ഇതിനെ കാണല്ലേ. അതുപോലെയൊന്നും അല്ല, അതിനെക്കാട്ടി ഗൗരവമായിട്ട് തന്നെ കാണും. വലിച്ച വേണമെങ്കിലേ അവളെ വലിയ സത്യവതിയായിട്ട് കരുതിക്കോ, പക്ഷെ എന്നെ അതിന് കിട്ടില്ല. ഇവിടെ ഇപ്പൊ നടന്നത് എന്താണെന്ന് വെല്ലിച്ചിന് ഞാൻ വിശദീകരിച്ചു തരാം. നന്ദിനി ആദ്യം ഗർഭിണിയായത് അവക്ക് സഹിച്ചിട്ടുണ്ടാവില്ല. നിർത്തടി. അതേടി, നേരത്തെ നീ മുറി കാണിച്ചു കൂട്ടിയ ഭ്രാന്തൊക്കെ ഞാൻ നേരിട്ട് കണ്ടു. അതുകൊണ്ട് നീ അതിനെ കുറിച്ച് ഇനി വിശദീകരിക്കണ്ട. ഒക്കെ എനിക്ക് ബോധ്യപ്പെട്ടു. ഓഹോ, അത് ശരി. അപ്പം മറ്റുള്ളവരുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതാണ് വല്ലിച്ചന്റെ ശീലം അല്ലേ? വൃത്തിയായിട്ട് പറയുന്നോടി. ഇത് നീ എന്നോട് ചോദിച്ചു വാങ്ങിച്ചതാ. തനിക്ക് വേദനിച്ചോ? സാരമില്ല, ഇത് വീണ് കിട്ടിയ ഒരു അവസരം തന്നെയാ. ഈ അവസരം മാക്സിമം ഉപയോഗിച്ച സ്വാതിയുടെ ശല്യവും അതോടെ തീർക്കാം. എന്നാലും നന്ദിനിയെ തട്ടിക്കൊണ്ടുപോയത് ആരായിരിക്കും? ആരായാലും അവര് ചെയ്തതൊരു പുണ്യപ്രവൃത്തിയാ. ഇനി അവള് ജീവനോടെ തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാജുവേട്ടാ. ദിവസവും പത്രത്തിലൊക്കെ ഇതുപോലെ എത്ര വാർത്തകൾ നമ്മൾ കാണുന്നു. ഇതുപോലെ തട്ടിക്കൊണ്ടു പോയവരെയൊക്കെ പിന്നെ ശവങ്ങളായിട്ടേ തിരിച്ചു കിട്ടിയിട്ടുള്ളൂ.
ഇതും അങ്ങനെ തന്നെ കിട്ടും. പുറത്ത് വണ്ടി ഏതോ വന്നെന്ന് തോന്നുന്നു. ചിലപ്പോ സ്വാതി അടുത്തിയായിരിക്കും. വാ നമുക്ക് പോയി നോക്കാം. വാ. മോളെ, ഗിരി എവിടെ? ഒരു വിവരം ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല അച്ഛാ, ഗിരിയും പോലീസുകാരും കൂടി എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. ഇനി അന്വേഷിച്ചിട്ട് എന്താ കാര്യം? അവളെ ജീവനോടെ തിരിച്ചു കിട്ടുമെന്ന് എന്താ ഉറപ്പ്? പാവം, ശവമായിട്ടെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഗൗരി, ഈ വീട്ടിലൊരാളെ കാണാതായ വിഷമത്തിലെ എല്ലാരും. അതിനിടയില് ഹൃദയം തകർക്കുന്ന വാക്കുകളൊന്നും പറയല്ലേ. അത് കൊള്ളാം. അങ്ങനെ എളുപ്പത്തിൽ തകരുന്ന ഹൃദയമാണോ വല്ലിച്ചനുള്ളത്? നോക്കടി, നീല് വാങ്ങിക്കൊണ്ടുവന്ന കേക്ക നന്ദിനി ഗർഭിണിയായത് ആഘോഷിക്കാൻ. എന്നിട്ടിപ്പോ വലിച്ചെറിഞ്ഞ പോലെ ദാ കിടക്കുന്ന കണ്ടില്ലേ, ആർക്കും വേണ്ടാതെ. നീ ഒറ്റ ഒരുത്തി കാരണമാ അവക്ക് ഈ ഗതികേടെല്ലാം വന്നത്. നീ പറയുന്നതിനെല്ലാം മറുപടി പറയാൻ എനിക്കറിയാഞ്ഞിട്ടല്ല, പറ്റാഞ്ഞിട്ടാ. ഓ, അവളുടെ ഒരു പൂജയും ഗർഭവും. പൂജ നടത്തിയിട്ടാണോ നന്ദിനി ഇപ്പൊ ഗർഭിണിയായത്? നന്ദിനി ഗർഭിണിയാണെന്നുള്ള സംശയം നിനക്ക് നേരത്തെ ഉണ്ടായിരുന്നു അല്ലേടി? എനിക്കോ? ഗൗരി, നീ വെറുതെ ദൈവദോഷം പറയല്ലേ. എനിക്കത് നേരത്തെ അറിയാമായിരുന്നെങ്കിൽ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കുമായിരുന്നോ? ഗൗരി, സ്വാതി നീ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല. വായി തോന്നി എന്ന് വിളിച്ചു പറയുന്ന ഈ ശീലം ഉണ്ടല്ലോ, അത് നല്ലതല്ല. സ്വാതി, ഗിരി എവിടെ? അന്വേഷിച്ചു പോയിട്ടുണ്ട്. ജീവനോടെ കണ്ടെത്തിയാ മതിയായിരുന്നു. നിർത്തടി നിന്റെ തോന്നിവാസം. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ അടി വാങ്ങിക്കും നീ. എന്തിനാ ഇങ്ങനെ പരസ്പരം വഴക്കൂടുന്നേ? ഈ സമയത്ത് ഇതാണോ ചെയ്യണ്ടേ? പിന്നെ എന്ത് വേണം? വായി മൂടി മിണ്ടാതിരിക്കണോ? എന്നെ കൊണ്ടതിന് പറ്റില്ല. പറയാനുള്ളത് ഞാൻ പറയുക തന്നെ ചെയ്യും. നന്ദിനി ഗർഭിണിയാണെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവള് മനഃപൂർവ്വം ഒരുക്കിയ ചതിയായത്. ഡി, ആ വിഗ്രഹം നശിപ്പിച്ചത് നീ തന്നെയല്ലേടി? ഞാനോ? ഗൗരി, വെറുതെ തെളിവില്ലാതെ എന്റെ മേൽ കുറ്റം ആരോപിക്കരുത്. ഇവള് പറയുന്നത് കേട്ടില്ലേട്ടാ. ഗൗരി, സ്വാതിയോടുള്ള അന്ധമായ വിരോധം തീർക്കാൻ നീ ഈ അവസരം ഉപയോഗിക്കരുത്. ഗൗരി, ഇപ്പൊ നീയാണ് പ്രഗ്നന്റ് ആയതെങ്കിൽ ഈ വീട്ടിലെ അന്തരീക്ഷം ഇപ്പൊ ഇതാവുമായിരുന്നോ? അളിയ, ഗൗരി ഒരു സംശയം പറഞ്ഞെന്നല്ലേ ഉള്ളൂ. സംശയമല്ല, ഞാൻ പറഞ്ഞതേ സത്യം തന്നെയാ. ഇവളുടെ മനസ്സിൽ നന്ദിനിയോടുള്ള വിരോധം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നന്ദിനി ഗർഭിണിയാണെന്ന് സൂത്രത്തിൽ മനസ്സിലാക്കിയ ഇവള് ആദ്യം സ്വന്തം വിഗ്രഹം നശിപ്പിച്ചു. എന്നിട്ടത് ഇവള് തന്നെ നന്ദിനിയുടെ മുറി കൊണ്ടുവന്ന് ഒളിപ്പിച്ചു. പിന്നെ അതിന്റെ പേരിൽ നന്ദിനിയെ പ്രതിയാക്കി ഈ വീട്ടിൽ നിന്ന് നന്ദിനിയെ ഓടിക്കാൻ ബുദ്ധിപൂർവ്വം ഇവൾ അവസരം ഉണ്ടാക്കി. നിർത്തടി. കല്ലുവെച്ച നുണ പറഞ്ഞു പരത്താൻ നീ മിടിക്കാണെന്ന് എനിക്കറിയാം. പക്ഷേ അത് എന്നോട് വേണ്ട. കിട്ടിയ അവസരം എനിക്കെതിരെയുള്ള ആയുധമാക്കി മാറ്റുക നീ. അല്ലെങ്കിൽ തന്നെ സ്വാതി എന്തിനാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നേ? എന്തിനാണെന്നോ? കൊള്ളാം, ഇതുവരെ ആർക്കും ഒന്നും മനസ്സിലായില്ലേ? അത് തന്നെയാ ഇവളുടെ ഏറ്റവും വലിയ മിടുക്കും. ഗൗരി, ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വ്യക്തമായ തെളിവും സാക്ഷികളും വേണം. അങ്ങനെ എന്തായാലും നിന്റെ കയ്യിലുണ്ടോ? തെളിവും സാക്ഷിയൊക്കെ പോലീസുകാരെ നോയിക്കോളും. ഇവള് കൊട്ടേഷൻ കൊടുത്ത് നന്ദിനിയെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് രാജുവേട്ടാ. എന്താണ് നീ പറഞ്ഞത്? നിന്റെ ഈ ദുഷിച്ച നാവിന്ന് ഇനി ഒരു അക്ഷരം പുറത്തേക്ക് വന്നാലുണ്ടല്ലോ. എന്ത് ചെയ്യും?